പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അഞ്ജനയെ ഞെട്ടിച്ച ദുരന്തമാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത്. വിനുവിന്റെ ജന്മദിനം ആഘോഷമാക്കി കൊണ്ടാടാൻ തീരുമാനമെടുക്കുന്ന മല്ലിക കേക്ക് മുറിക്കുകയും എല്ലാവർക്കും നൽകുകയും ചെയ്യുന്നു. എന്നാൽ കേക്ക് പ്രതിഭയ്ക്ക് വിനയം നൽകാതിരിക്കുന്നതിന് വേണ്ടി മല്ലിക പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് വീട്ടിലെ എല്ലാവർക്കും കേക്ക് നൽകുന്നത് പ്രതിഭ കണ്ടു നിൽക്കുന്നു. എന്നാൽ ഇതേ തുടർന്ന് പ്രതിഭയ്ക്ക് കേക്ക് നൽകുന്നതിനായി വിനു ചെല്ലുന്നുവെങ്കിലും കൃത്യസമയത്ത് ഇടപെടുന്ന മല്ലിക വിനുവിനെ കേക്ക് നൽകാൻ സമ്മതിക്കാതെ അമ്പലത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതെല്ലാം കാണുന്നത് പ്രതിഭയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുവെങ്കിലും പ്രതിഭ യാതൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. എന്നാൽ ഇതേ തുടർന്ന് പ്രതിഭയെ ചെന്ന് കാണുന്ന ഭാസ്കരൻ വിനു ആദ്യം കേക്ക് നൽകേണ്ടത് പ്രതിഭയ്ക്കായിരുന്നു എന്ന് പറയുന്നുവെങ്കിലും അതൊന്നും സാരമില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രതിഭ അമ്പലത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം അമ്പലത്തിലെത്തിയ മല്ലിക വിനുവിന് വേണ്ടി പുഷ്പാഞ്ജലിയെല്ലാം കഴിപ്പിക്കുകയും പഴയ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം തന്റെ തന്ത്രവുമായി ഷാജി മുന്നോട്ട് പോവുകയും അച്യുതനെ ചെന്ന് കണ്ട് അച്യുതനോട് കുട്ടിയെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള വിധിയിൽ നിന്ന് പിന്മാറണമെന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിലും താനതിന് ഒരുക്കമല്ല എന്ന് അച്യുതൻ പറഞ്ഞതിനെ തുടർന്ന് അച്യുതനെ ബലം പ്രയോഗിച്ചുകൊണ്ട് ഷാജി വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോവുകയും ഇതേ തുടർന്ന് അനന്തന്റെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. തന്നെ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നറിയാതെ അച്യുതൻ നിന്നതിനെ തുടർന്ന് അച്യുതന്റെ മുൻപിലേക്ക് മദ്യകുപ്പി എടുത്തു വെക്കുന്ന അനന്തൻ മദ്യപിക്കുന്നതിനായി ക്ഷണിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ മദ്യപിക്കുന്നതിനായി തയ്യാറാകുന്ന അച്യുതൻ പക്ഷേ കുട്ടിയെ വിട്ടു നൽകുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ അച്യുതൻ മദ്യപിക്കുന്നതെല്ലാം കൃത്യമായി ഷാജി തന്റെ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നു. എന്നാൽ ഇതേ സമയം അഞ്ജനയുടെ കാറിൽ കയറുന്ന ഒരു സ്ത്രീ കൃഷ്ണദാസിന്റെ കൊലപാതകത്തെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് അഞ്ജന കേൾക്കാൻ ഇടയായതിനെ തുടർന്ന് അഞ്ജന ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറയാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെങ്കിലും അവർ അതിന് തയ്യാറാകാതെ അവിടെ നിന്ന് പോകുന്നത് അഞ്ജനയ്ക്ക് തിരിച്ചടിയാകുന്നു. എന്നാൽ ഇതേ സമയം മനുവിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു അജ്ഞാത ഫോൺ കോൾ എത്തുകയും മനുവിന്റെ മൊബൈലിലേക്ക് ഒരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മനു കമ്മീഷണറും അഞ്ജനയും അടങ്ങുന്ന ആ വീഡിയോ കാണാൻ ഇടയാവുകയും മനുവിന് തന്റെ നിയന്ത്രണം നഷ്ടമാവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കമ്മീഷണർ ഓഫീസിൽ കയറി ആക്രമണം കാണിക്കുന്ന മനു കമ്മീഷണറോട് അഞ്ജനയുമായി അടുക്കരുത് എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നുവെങ്കിലും മനുവിന്റെ ആക്രമണത്തെ തുടർന്ന് മനുവിനെ തൽക്കാലത്തേക്ക് പോലീസുകാർ പിടിച്ചു മാറ്റുകയും തടവിൽ വെക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.